BBA ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ ലൈഫ് സ്കിൽ മാനേജ്മെൻറ്റിൻ്റെ സെക്കൻഡ് മൊഡ്യൂളായ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കമ്മ്യൂണിക്കേഷനിൽ മെയിനായിട്ട് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ 3 ടോപ്പിക്സാണ് പഠിക്കാനുള്ളത്. സോ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഐഡിയാസ്, നമ്മളുടെ ഇമോഷൻ, തോട്ട്സ് ഒക്കെ വേറെ ആളായിട്ട് ഷെയർ ചെയ്യാം. ഇതാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ. സോ ഷെയറിങ് ആ ഐഡിയാസ്, തോട്ട്സ്, ഇമോഷൻസ് എക്സെട്ര ടു അതേഴ്സ്. ഓക്കെ, അത് നമുക്ക് പല രീതിയിൽ നമുക്കതിനെ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാം. അത് റൈറ്റിങ്ങിലൂടെ ആവാം, സ്പീക്കിങ്ങിലൂടെ ആവാം, ആക്ഷൻസിലൂടെ ആവാം, ജെസ്റ്റേഴ്സ്, ഇമേജസ്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് our ഐഡിയാസ് ആൻഡ് ഇമോഷൻസ് ടു അതേഴ്സ്. ഓക്കെ, ഈ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ നമുക്ക് സോഷ്യൽ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് 3 എലമെൻറ്റ്സ് അല്ലെങ്കിൽ മെയിനായിട്ട് പറയാനുള്ളൊരു 4 എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, ആദ്യം സെൻഡർ, പിന്നെ മീഡിയം അല്ലെങ്കിൽ ചാനൽ, റിസീവർ, അതുപോലെ ഫീഡ്ബാക്ക്. ഇതാണ് മെയിനായിട്ട് പറയാനുള്ള എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നത്. സോ കമ്മ്യൂണിക്കേഷൻ എന്നത് വേർബൽ കമ്മ്യൂണിക്കേഷൻ ആവാം, നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ ആവാം. വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഒരു ലാംഗ്വേജ് ഉപയോഗിച്ച് സംസാരിക്കാം, ഒരു ലാംഗ്വേജ് സംസാരിക്കാം, അല്ലെങ്കിൽ ലാംഗ്വേജിൽ നമുക്ക് എഴുതാം. ഇതൊക്കെ നമുക്ക് വേർബൽ കമ്മ്യൂണിക്കേഷനായിട്ട് പറയാം. ഓക്കെ, അവിടെ ഒരു ലാംഗ്വേജിൻ്റെ ആവശ്യമുണ്ട്, എന്നെങ്കിൽ നമ്മൾ ആ ലാംഗ്വേജ് ഉപയോഗിച്ച് സംസാരിക്കുമായിരിക്കും, അല്ലെങ്കിൽ ആ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് എഴുതിക്കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരിക്കും. സോ അതാണ് വേർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ലാംഗ്വേജ് ഒന്നും ആവശ്യമില്ല, അവിടെ വെറും ആക്ഷൻസ്, ജെസ്റ്റേഴ്സ്, നമ്മുടെ ബോഡി ലാംഗ്വേജ്, അതുപോലെ ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവിടെ ഒരു നമ്മൾ പറയുക അല്ലെങ്കിൽ വേർഡ്സിൻ്റെ ഒരു ആവശ്യമില്ല, എഴുത്തോ പറയുന്നതിൻ്റെ ഒരു ആവശ്യമില്ല. ജസ്റ്റ് ആക്ഷനിലൂടെയും ജെസ്റ്റേഴ്സിലൂടെയും ബോഡി ലാംഗ്വേജിലൂടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. സോ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ആ ഐഡിയാസ്, തോട്ട്സ് ആൻഡ് ഇമോഷൻസ് ടു അതേഴ്സ്, അല്ലെങ്കിൽ ഷെയറിങ് ഐഡിയാസ്, തോട്ട്സ് ആൻഡ് ഇമോഷൻ ടു അതേഴ്സ്. ഇറ്റ് ക്യാൻ ബി ഡൺ ത്രൂ റൈറ്റിംഗ്, സ്പീക്കിംഗ്, ആക്ഷൻസ്, ജെസ്റ്റേഴ്സ്, ഇമേജസ്, body language, etc. Then it helps to maintain social relationship. There are certain types of elements like senders, medium, receiver, feedback, verbal and non-verbal communication are there. ഇനി നെക്സ്റ്റ് നമുക്ക് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. സോ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷന് മെയിനായിട്ട് കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ മെയിനായിട്ട് ഒരു 6 എലമെൻറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഫസ്റ്റ് വൺ, സെൻഡർ. സെൻഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണോ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണോ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അവരെയാണ് സെൻഡർ എന്ന് പറയുക. സോ ദ പേഴ്സൺ ഹു ട്രാൻസ്മിറ്റ് ദ മെസ്സേജ് ഇസ് നോൺ ആസ് ദ സെൻഡർ. ഓക്കെ, അയാൾക്ക് കുറച്ച് എബിലിറ്റീസ്, കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, ലിസണിങ് കപ്പാസിറ്റി വേണം, സ്പീക്കിംഗ് സ്കിൽസ് വേണം, നല്ല ബോഡി ലാംഗ്വേജ് വേണം, റീഡിങ് എബിലിറ്റി വേണം, തിങ്കിങ് എബിലിറ്റി വേണം, അതുപോലെ ഇങ്ങനത്തെ കുറച്ച് എബിലിറ്റീസ് വേണം. ഓക്കെ, അതുപോലെ തന്നെ അയാൾ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു കാര്യം നല്ല രീതിയിൽ അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം, അതുപോലെ സോഷ്യൽ പൊസിഷൻ, സോഷ്യൽ സ്റ്റേറ്റസ്, അതുപോലെ ഫീഡ്ബാക്ക് അയാളുടെ ആ കമ്മ്യൂണിക്കേഷനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അയാളുടെ സോഷ്യൽ സ്റ്റേറ്റസും സോഷ്യൽ പൊസിഷനും ഫീഡ്ബാക്കും എഡ്യൂക്കേഷനും ഒക്കെ ആ ഒരു കമ്മ്യൂണിക്കേഷനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ ദ പേഴ്സൺ ഹു സെൻഡ് ദ മെസ്സേജ് ഇസ് നോൺ എസ് സെൻഡർ. സോ ഹി മസ്റ്റ് ഹാവ് ലിസണിങ് കപ്പാസിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഗുഡ് ബോഡി ലാംഗ്വേജ്, റീഡിങ് എബിലിറ്റി, തിങ്കിങ് എബിലിറ്റി, ആൻഡ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സെൻഡർ, position, social status, feedback, education, etc. affects the communication. Okay, next one, message ആണ്. മെസ്സേജിൻ്റെ 3 ഘടകങ്ങളുണ്ട് മെസ്സേജിന്. വൺ ഇസ് കണ്ടൻറ്റ്, നെക്സ്റ്റ് ഇസ് കോണ്ടെക്സ്റ്റ്, നെക്സ്റ്റ് ഇസ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ഇങ്ങനെ 3 ഘടകങ്ങളുണ്ട്. സോ കണ്ടൻറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് അതിനാണ് നമ്മൾ കണ്ടൻറ്റ് എന്ന് പറയാം. സോ വാട്ട് ഈസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ആണ് കണ്ടൻറ്റ്.
ആൻഡ് പിന്നെ കണ്ടൻറ് എങ്ങനെയാണ് കോണ്ടെക്സ്റ്റ് ആവുക, നമ്മൾ ഓരോ ഓഡിയൻസിനനുസരിച്ചിട്ട് ഓരോ കണ്ടൻറ്റിന് ട്രാൻസ്ഫോർമേഷൻസ് വരുത്തും. സോ അത് ലൈക്ക് ഒരു ഓഡിയൻസിൻ്റെ അടുത്തേക്ക് ലൈക്ക് ട്രാൻസ്ഫോം ആയി എത്തുന്ന സമയത്ത് അതിനെ പറയുന്ന പേരാണ് കോണ്ടെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ്. സോ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് കണ്ടൻറ് അക്കോർഡിംഗ് ടു ദ ഓഡിയൻസ് ഇസ് നോൺ ആസ് കോണ്ടെക്സ്റ്റ്. നെക്സ്റ്റ് ഇസ് ട്രീറ്റ്മെൻറ്റ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്പീക്കർ ഈ ഒരു കണ്ടൻറ്റിനെ അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, സോ ദ അറേഞ്ചിങ് ഓഫ് കണ്ടൻറ്റ് ബൈ ദ സ്പീക്കർ ഇസ് നോൺ ആസ് ട്രീറ്റ്മെൻറ്റ്. അല്ലെങ്കിൽ ദ സ്പീക്കർ അറേഞ്ചസ് കണ്ടൻറ്റ് ലൈക്ക് ഇറ്റ് ഈസ് നോൺ ആസ് ട്രീറ്റ്മെൻറ്റ്. ഇനി നെക്സ്റ്റ് വൺ ഇസ് റിസീവർ. റിസീവർ എന്ന് പറയുന്ന സമയത്ത് ആരാണോ മെസ്സേജ് റിസീവ് ചെയ്യുന്നത് അവരെയാണ് റിസീവർ എന്ന് പറയാം. സോ ലൈക്ക് ദ പേഴ്സൺ ഹു റിസീവ്സ് ദ മെസ്സേജ്. അതുപോലെ ഈ ഒരു സെൻറ്ററിനുള്ള എല്ലാ എബിലിറ്റീസും ഈ റിസീവറിനും ഉണ്ടാവണം. ലൈക്ക് സ്പീക്കിംഗ് എബിലിറ്റി വേണം, ലിസണിങ് പവർ വേണം, റീഡിങ് എബിലിറ്റി, തിങ്കിങ് എബിലിറ്റി, അതുപോലെ ഗുഡ് ബോഡി ലാംഗ്വേജ് എക്സെട്ര ഈ റിസീവറിനും വേണം. സോ ഈ റിസീവർ ഇതൊക്കെ കേട്ടിട്ട് റിസീവർ കൊടുക്കുന്ന ഒരു കാര്യമാണ് ഫീഡ്ബാക്ക്. സോ ഈ ഫീഡ്ബാക്ക് എന്താ പറയുക, ഒരു ലൈക്ക് നമ്മളുടെ ഒരു റെസ്പോൺസ്, ഈ റിസീവർ റെസ്പോൺസ് ആയിട്ട് കൊടുക്കുന്ന കാര്യമാണ് ഫീഡ്ബാക്ക്. So, receiver is the one who receives the message. He must have the same qualities of the sender, like listening capacity, speaking skills, body language, reading ability, thinking ability, etc. And the attitude of the receiver, knowledge level, listening level, etc. Affects the communication. The feedback is the response which is given by the receiver. In the next one, നമ്മൾ ചാനലാണ്. ചാനൽ അല്ലെങ്കിൽ മീഡിയം എന്ന് പറയാം. നമുക്ക് മെയിനായിട്ട് 2 ടൈപ്സ് ഓഫ് ചാനൽസ് ഉണ്ട്. ഒന്ന് സെൻസറി ചാനൽസ് ഉണ്ട്, ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചാനൽസും ഉണ്ട്. സെൻസറി ചാനൽസ് എന്ന് പറയുന്നത് നമ്മൾ 5 സെൻസിനാണ്. നമ്മൾ സൈറ്റ്, ഹിയറിങ്, അതുപോലെ ടേസ്റ്റ്, സ്മെൽ, ഇതൊക്കെയാണ് നമ്മളുടെ സെൻസ്. അതുപോലെ ടച്ച്, ഇത്രയാണ് നമ്മളുടെ എന്താ പറയുക സെൻസ് ഉള്ളത്. സോ ഈ സെൻസ് ഉപയോഗിച്ച് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഈ സെൻസ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതാണ് സെൻസറി ചാനൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു കമ്മ്യൂണിക്കേഷന് ഒന്നിൽ കൂടുതലോ സെൻസ് ഉണ്ടെങ്കിൽ, ലൈക്ക് ഒന്നിൽ കൂടുതൽ സെൻസ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചാനൽ. ഇൻസ്റ്റിറ്റ്യൂഷണൽ ചാനൽസിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് പറയുന്നത്. ഓക്കെ, സോ ഡിഫറെൻറ്റ് മെത്തേഡ്സ് നമുക്ക് പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, പ്രിൻറ്റഡ് മെറ്റീരിയലായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇലക്ട്രോണിക് മീഡിയ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അതുപോലെ ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ ആവാം. പല രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ ഈ ഒരു ലൈക്ക് പല മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ കമ്മ്യൂണിക്കേഷനിൽ ഒന്നിൽ കൂടുതലോ സെൻസറി ചാനൽസിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, സോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ചാനൽസ് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 or more സെൻസറി ചാനലിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, സോ ചാനൽസ് എന്ന് പറയുന്ന സമയത്ത് 2 types ഓഫ് ചാനൽസ് ഉണ്ട്, സെൻസറി ചാനൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ചാനൽ. സെൻസറി ചാനലിൽ 5 സെൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂഷണൽ ചാനലിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് പറയുന്നത്, ലൈക്ക് ഫേസ് ടു ഫേസ്, ടെലിഫോണിക്, അതുപോലെ പ്രിൻറ്റഡ് മെറ്റീരിയലായിട്ട് ഇലക്ട്രോണിക് മീഡിയ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ എഫക്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ലൈക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് ടു ഇവാലുവേറ്റ് ദ എഫക്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം എഫക്റ്റ് ചെയ്തു എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഫീഡ്ബാക്ക്. നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റിസീവർ, ആ ഒരു മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റെസ്പോൺസാണ് ഫീഡ്ബാക്ക്. സോ ഫീഡ്ബാക്ക് പല രീതിയിലാവും. ഫീഡ്ബാക്കിൽ സ്പോക്കൺ വേർഡ്സിലൂടെ മാത്രം ആവാമെന്നില്ല, ജസ്റ്റേഴ്സ് ആവാം, ബോഡി ലാംഗ്വേജ് ആവാം, ഫേഷ്യൽ എക്സ്പ്രഷൻ ആവാം. ഇതൊക്കെ നമുക്ക് ഫീഡ്ബാക്കായിട്ട് കൺസിഡർ ചെയ്യാം. സോ 5 types ഓഫ് ഫീഡ്ബാക്ക് ഉണ്ട്. ഇവാലുവേറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാം, ഒരു ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫീഡ്ബാക്ക് കൊടുക്കാം. ഇൻ്റർപ്രറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ട്, നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. പിന്നെ അണ്ടർസ്റ്റാൻഡിങ്, ലൈക്ക് നമുക്കൊരു അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഫീഡ്ബാക്ക് കൊടുക്കാം. സപ്പോർട്ടീവ് ഫീഡ്ബാക്ക്, അവർക്ക് ലൈക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫീഡ്ബാക്ക് കൊടുക്കാം. പ്രോബിങ് ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഇൻഫർമേഷൻസ് ഒക്കെ ആഡ് ചെയ്ത് നമുക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കാം. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫീഡ്ബാക്ക് ഉണ്ട്. ഇവാലുവേറ്റീവ് ഫീഡ്ബാക്ക്, ഇൻ്റർപ്രറ്റീവ്, അണ്ടർസ്റ്റാൻഡിങ്, സപ്പോർട്ടീവ് ആൻഡ് പ്രോബിങ്. സോ ദീസ് ആർ ദ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് വൺ സെൻഡർ,
പിന്നെ മെസ്സേജ്, റിസീവർ, ചാനൽ ആൻഡ് ഫീഡ്ബാക്ക്. നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ലൈക്ക് പല രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലൈക്ക് പല ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ചാനൽ നമ്മൾ കമ്മ്യൂണിക്കേഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് സംസാരിക്കുന്നതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. സോ അവിടെ ദ കമ്മ്യൂണിക്കേഷൻ ഇസ് ഡൺ ത്രൂ ലാംഗ്വേജ്. ഒന്നെങ്കിൽ നമുക്ക് എഴുതിയിട്ട് പറയാം, അല്ലെങ്കിൽ നമുക്ക് ലൈക്ക് സ്പീക്ക് ചെയ്യാം. സോ ഇറ്റ് ഈസ് ഡൺ ത്രൂ സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ്. ഓക്കെ, ദർ ആർ 2 ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓറൽ കമ്മ്യൂണിക്കേഷനുണ്ട്, റിട്ടൺ കമ്മ്യൂണിക്കേഷനുണ്ട്. സോ ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സ്പോക്കൺ വേർഡ്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. അവിടെ ഒരു ലാംഗ്വേജിൻ്റെ ആവശ്യമുണ്ട്. സോ നമുക്ക് ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ, സ്പീച്ച്, അതുപോലെ ടെലിഫോണിക് കോൺവെർസേഷൻ, ഇതിലൊക്കെ നമുക്ക് സംസാരിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. സോ ദീസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. സോ അടുത്തത് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണ്. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈക്ക് കമ്മ്യൂണിക്കേഷൻ ഇസ് ഡൺ ത്രൂ റൈറ്റിംഗ്. ഇവിടെ ഒരു ലാംഗ്വേജിൻ്റെ ആവശ്യമുണ്ട്. ആൻഡ് ബിസിനസ്സിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ഇതിൽ സിമ്പിൾസ് ആൻഡ് സൈൻസ് ആണ് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് ഫോർ എക്സാമ്പിൾ പ്രിൻറ്റഡ് ഓർ റിട്ടൺ മെസ്സേജസ്, അതുപോലെ ഇമെയിൽ, മെമ്മോ, റിപ്പോർട്ട്സ്, ഇതൊക്കെ ലൈക്ക് എഴുതി പ്രിൻറ്റഡ് ആയിട്ടാണ് വരിക. സോ ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. സോ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ഡിവൈഡഡ് ഇൻ ടു 2, ദാറ്റ് ഈസ് ഓറൽ ആൻഡ് റിട്ടൺ. ഓറലിൽ നമ്മൾ ലൈക്ക് സ്പോക്കൺ വേർഡ്സ് യൂസ് ചെയ്യും, റിട്ടണിൽ നമ്മൾ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യും. ഇനി സെക്കൻഡ് കാറ്റഗറിയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ലൈക്ക് അതർ വേർഡ്സിൽ നമുക്ക് വേർഡ്ലെസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. വേർഡ് യൂസ് ചെയ്യാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ലൈക്ക് അത് നമുക്ക് ജെസ്റ്റേഴ്സ് യൂസ് ചെയ്യാം, ആക്ഷൻസ് യൂസ് ചെയ്യാം, ബോഡി ലാംഗ്വേജ്, ഇമേജസ്, പോസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. സോ അതിൻ്റെ അകത്ത് ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല, അതുപോലെ വേർഡ്സ് യൂസ് ചെയ്യുന്നില്ല, എഴുതോ നമ്മൾ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ജെസ്റ്റേഴ്സിലൂടെ ആക്ഷനിലൂടെയും ലൈക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇറ്റ്സ് എ വേർഡ്ലെസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദ റിസീവർ ആൻഡ് ദ സെൻഡർ ഡു നോട്ട് യൂസ് എനി വേർഡ്സ് ടു കമ്മ്യൂണിക്കേറ്റ്. Gestures, facial expression, body language, posters, etc. are used for communication. ഇനി നെക്സ്റ്റ് കാറ്റഗറിയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് നമ്മൾ ഒരു ലൈക്ക് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെ അകത്ത് സർട്ടൺ റൂൾസ്, റെഗുലേഷൻ, ഫോർമാറ്റ്സ് ഒക്കെ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ആൻഡ് ഫൗൾ ലാംഗ്വേജസ്, സ്ലാങ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഒരു ഹൈറാർക്കി ഓഫ് അതോറിറ്റി സ്ട്രിക്ട്ലി ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. സോ ലൈക്ക് ദർ ആർ certain rules, regulation and format has to be followed in formal communication used for official purpose. No foul languages or slangs should be used. Hierarchy of authority should be strictly followed. Next category എന്ന് പറയുന്നത് informal കമ്മ്യൂണിക്കേഷൻ ആണ്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ മെയിനായിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിനകത്ത് സ്ലാങ്സ്, ഇൻഫോർമൽ ലാംഗ്വേജസ്, അതുപോലെ ഫൗൾ ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യാം. ജെസ്റ്റേഴ്സ്, അതുപോലെ ആക്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. ലൈക്ക് അങ്ങനെ ഇന്ന നിയമങ്ങളും ലൈക്ക് റൂൾസ്, റെഗുലേഷൻസ്, ഫോർമാറ്റ്സ് ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സോ informal communication is used to communicate with family and friends. Slangs, informal language, foul language, etc. can be used. Gestures, action, etc. can be used for communication. No strict rules or formats, etc. is needed. Okay, ഇതാണ് informal communication. ഇനി next one is effective interpersonal communication. എഫക്റ്റീവ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ഉപരി പല കാര്യങ്ങളിലേക്ക് സെൻഡറിൻ്റെ ഇമോഷൻസ്, ഫീലിംഗ് ഒക്കെ ലൈക്ക് എക്സ്പ്രസ് ചെയ്യാനും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒക്കെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. സോ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് യൂസ്ഡ് ഫോർ ഷെയറിങ് ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു നോ ഇമോഷൻസ്, ഫീലിംഗ്, തോട്ട്സ് ഓഫ് ദ സ്പീക്കർ. ഇത് റിലേഷൻഷിപ്പ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. ആൻഡ്
വെർബൽ കമ്മ്യൂണിക്കേഷൻ ലൈക്ക് സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. സ്ട്രെസ് മാനേജ് ചെയ്യാനും ഇമോഷണൽ കൺട്രോളിനും ഒക്കെ സഹായിക്കും. നമുക്ക് സ്പീക്കറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ലൈക്ക് അവരുടെ ഫീലിങ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും സഹായിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് എഫക്റ്റീവ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിലുള്ളത്. സോ അത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഡൺ ഫോർ ഷെയറിങ് ഇൻഫർമേഷൻ, ബട്ട് ഇറ്റ് ഈസ് മെയിൻലി ഡൺ to know the speaker, to know the emotion, feelings, thoughts of the speaker. ഇനി പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് അതൊരു ആർട്ടാണ് ആൻഡ് അതൊരു പ്രാക്ടീസിലൂടെ നേടിയെടുക്കുന്ന ആർട്ടാണ്. ആ ഒരു പബ്ലിക് സ്പീക്കിങ്ങിലൂടെ നമുക്ക് ഓഡിയൻസിനെ പെർസുവേറ്റ് ചെയ്യാം, മോട്ടിവേറ്റ് ചെയ്യാം, ഇൻഫ്ലുവൻസ് ചെയ്യാം, ഓക്കെ, ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റും. ലൈക്ക് ഫോർ എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിങ്ങിന് വേണ്ടി നമ്മൾ കുറേ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അതുപോലെ നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നല്ലോണം സ്റ്റഡി ചെയ്യണം, ഐഡിയാസ് ഗ്യാദർ ചെയ്യണം. എന്നാൽ മാത്രമേ നല്ലൊരു എഫക്റ്റീവ് പബ്ലിക് സ്പീക്കിംഗ് ലൈക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് നമ്മളുടെ ഒരു മെസ്സേജ്, നമ്മൾ എന്ത് മെസ്സേജാണോ ലൈക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ മെസ്സേജിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കണം. വേഗമായിട്ട് സംസാരിക്കരുത്, ഔട്ട് ഓഫ് ദ ടോപ്പിക് പോകരുത്. സോ ഇതാണ് പബ്ലിക് സ്പീക്കിംഗ്. ഇറ്റ് ഈസ് എ ആർട്ട് വിച്ച് ഇസ് ഗോട്ട് ത്രൂ പ്രാക്ടീസ് ആൻഡ് ഇറ്റ് ക്യാൻ persuade, motivate, entertain people. Information can be transmitted easily. We must have great information, ideas, and we must conduct a detailed study about the topic to be presented. Concentrate on the message of the speech. Okay. ഇനി ഇൻ്റർവ്യൂ ഫേസിംഗ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ കാൻഡിഡേറ്റ് കുറച്ച് ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ലൈക്ക് ഇറ്റ് ഇസ് നമ്മൾ ഫോർമൽ ലാംഗ്വേജ് യൂസ് ചെയ്യണം, സ്ലാങ്സ് അതുപോലെ ഫൗൾ ലാംഗ്വേജ് യൂസ് ചെയ്യരുത്. ആൻഡ് നമ്മൾ ലൈക്ക് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ, നമ്മൾ എന്താ ക്വസ്റ്റ്യൻ ആണ് അതിന് ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കണം. ആൻഡ് നമുക്ക് ആ ഒരു കമ്പനീനെ കുറിച്ചുള്ള ധാരണ ലൈക്ക് ഇൻഫർമേഷൻസും സ്റ്റഡിയും ഒക്കെ നടത്തിയിട്ട് വേണം ഇൻ്റർവ്യൂ ഫേസിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം, ഫോർമലി ഡ്രസ്ഡ് ആയിരിക്കണം. അതുപോലെ നമ്മൾ ലൈക്ക് അവരെ ലൈക്ക് ഒരു പൊളൈറ്റ് രീതിയിൽ വേണം അവരോട് സംസാരിക്കാൻ. സോ a single candidate communicating with one or more person. Tips for interviews are: be on time, dress formally, collect information about the company, be polite, be confident, don't be shy or nervous. Okay, ഇത്രയും കാര്യങ്ങളാണ്. Now comes the group discussion. ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ അകത്ത് 8 തൊട്ട് 12 ആൾക്കാർ വരെ ഉണ്ടാവും ഗ്രൂപ്പ് ഡിസ്കഷനിൽ. It includes 8 to 12 members. Then 20 to 30 minutes വരെ ലാസ്റ്റ് ചെയ്യാം. It can last to 20 to 30 minutes. പിന്നെ നമ്മൾ ലൈക്ക് ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം. യു മസ്റ്റ് ബി ആക്റ്റീവ്. നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. പോയിൻറ്റ്സ്, നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ ലൈക്ക് പറയണം. ഷൈ ആവരുത്, നെർവസ് ആവരുത്. നമ്മൾ കോൺഫിഡൻറ്റോടെ സംസാരിക്കണം. ആൻഡ് ഗിവ് അതേഴ്സ് എ ചാൻസ്. ബാക്കിയുള്ള ആൾക്കാർക്കും ചാൻസ് കൊടുക്കണം. ലിസൺ ടു അതേഴ്സ്. ബാക്കിയുള്ള ആൾക്കാർ പറയുന്നത് ശ്രദ്ധിക്കണം. ആൻഡ് ഇറെലവൻ്റ് ആയ ടോപ്പിക്കൊന്നും പറയരുത്. റെലവൻറ്റ് ടോപ്പിക്സ് മാത്രം പറയാം. നമ്മൾ ഒപ്പീനിയൻ എപ്പോഴും ചേഞ്ച് ചെയ്ത് കളിക്കരുത്. ലൈക്ക് സ്റ്റിക്ക് ഓൺ ടു യുവർ ഒപ്പീനിയൻ. പിന്നെ ലൈക്ക് ഫൗൾ ലാംഗ്വേജസ്, സ്ലാങ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഫോർമൽ ലാംഗ്വേജ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പാലിച്ചുകൊണ്ട് വേണം സംസാരിക്കാൻ. സോ ഇതാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇറ്റ് കണ്ടെയ്ൻസ് 8 to 12 members. It lasts for 20 to 30 minutes. And we must be active. We must not be shy or nervous. We must be confident. And we must listen to others. We must notice other participants. And we must not change our opinion. We must not introduce irrelevant topic. Okay, ഇത്രയും കാര്യങ്ങളാണ്. സോ ഇതാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ മെയിൻലി വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് സ്പീക്കിംഗ്, ഇൻ്റർവ്യൂ ഫേസിംഗ്, ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. സോ ചാപ്റ്ററിൽ പറയുന്നത് വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഫസ്റ്റ് ടോപ്പിക്. കമ്മ്യൂണിക്കേഷൻ എന്നത് നമ്മളൊരു ഐഡിയാസ് ബാക്കിയുള്ളവരായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്
അതാണ് കമ്മ്യൂണിക്കേഷൻ. റൈറ്റിംഗ്, സ്പീക്കിംഗ്, ആക്ഷൻ, ജസ്റ്റേഴ്സ്, ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ആൻഡ് ഇതിലൂടെയൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആൻഡ് നമ്മളുടെ ഐഡിയാസ് ഒക്കെ നമുക്ക് ഐഡിയാസ്, തോട്ട്സ്, ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാം. നല്ലൊരു സോഷ്യൽ റിലേഷൻഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാം. സെൻഡർ, മീഡിയം, റിസീവർ, ഫീഡ്ബാക്ക്, ഇതൊക്കെ അതിൻ്റെ എലമെൻറ്റ്സ് ആണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും നമുക്ക് യൂസ് ചെയ്യാം. എലമെൻറ്റ്സിൻ്റെ അകത്ത് നമുക്ക് സെൻഡർ, മെസ്സേജ്, റിസീവർ, ചാനൽ, ഫീഡ്ബാക്ക്, ഇത്രയും ആണ് നമ്മളുടെ എലമെൻറ്റ്സ്. അതുപോലെ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഫോർമൽ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഇൻ്റർവ്യൂ ഫേസിങ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, അതുപോലെ പബ്ലിക് സ്പീക്കിംഗ്, ഇത്രയും ആണ് നമ്മൾ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് എഴുതിയെങ്കിൽ നമുക്ക് കിട്ടും. സോ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത മോഡ്യൂൾ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.